പ്രത്യക്ഷ സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും സമരവേദി ഒഴിയാതെ LPST റാങ്ക് ഹോൾഡേഴ്സ്. പ്രതിഷേധങ്ങൾ ഇരമ്പിയ സെക്രട്ടേറിയറ്റ് നടയിലെ സമരപ്പന്തൽ പൊളിച്ചു മാറ്റിയെങ്കിലും സമരക്കാർ ആവേശം ചൊരാതെ ഇപ്പോഴും കാത്തിരിപ്പിലാണ്. സർക്കാർ തീരുമാനം അനുകൂലമല്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന മുന്നറിയിപ്പും ഉദ്യോഗാർത്ഥികൾ പങ്കുവയ്ക്കുന്നു. മുദ്രാവാക്യം വിളികളോ പ്രതിഷേധ സ്വരങ്ങളോ ഒന്നുമില്ല. 37 ദിവസം നീണ്ട LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രത്യക്ഷ സമര പരിപാടി കഴിഞ്ഞ ദിവസം അവസാനിച്ചെങ്കിലും സമരവേദിയിലെ സെക്രട്ടേറിയറ്റ് മുമ്പിലെ സമരവേദിയിലെ കാഴ്ച, ഇപ്പോഴത്തെ കാഴ്ച ഇതാണ്. മൗനമായി ആശങ്കകൾ പ്രതീക്ഷയ്ക്ക് വഴിവെക്കും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായൊരു തീരുമാനം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ മൗനമായി ഉള്ളിൽ ചെറിയ ആശങ്കയുണ്ടെങ്കിലും മുഖത്ത് ചിരി പടർത്തി കാത്തിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. എന്നോടൊപ്പം ചേരുന്നു സമരത്തിന് നേതൃത്വം നൽകിയ അധ്യാപകർ. എങ്ങനെയാണ് ഒരുപാട് സമരങ്ങൾക്ക് വേദിയായിട്ടുള്ളൊരു സ്ഥലമാണിത്. മുദ്രാവാക്യങ്ങളില്ലാതെ ഒരു സമരം നടന്നിട്ടുമില്ല. ഒരുപക്ഷെ സമീപകാലത്ത് ആദ്യമായിട്ടായിരിക്കണം ഇത്രയും പേര് ഒന്നും മിണ്ടാതെ ഇവിടെ വന്നിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇപ്പോൾ ഈ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകുന്ന തീരുമാനങ്ങൾ? സമീപകാലത്ത് നടന്ന സമരങ്ങളിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സൗന്ദര്യം കാണിച്ചൊരു സമരമായിരുന്നത്. അതായത് സർക്കാരിനെതിരെ പ്രത്യക്ഷത്തിൽ സമരമായിരുന്നിട്ട് പോലും ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഏത് വകുപ്പിനെതിരെയാണ് സമരം ചെയ്തത് ആ വകുപ്പിനാൽ തന്നെ ഈ സമരം അവസാനിപ്പിക്കുന്നതിലേക്ക് ആ വകുപ്പ് തയ്യാറായി. അപ്പോൾ അതിന് ആദ്യം നന്ദി പറയേണ്ടത് ഈ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായ മാധ്യമങ്ങളോടാണ്, മാധ്യമപ്രവർത്തകരായ നിങ്ങളോടാണ്. നിങ്ങൾ ഞങ്ങളുടെ സമരത്തോടൊപ്പം നീതിക്ക് വേണ്ടി നിലകൊണ്ടു. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും, പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും വഴിയാത്രക്കാരും വരെ ഞങ്ങളുടെ സമരത്തിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് അതിന് നന്മ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നു. അപ്പോൾ ഞങ്ങൾ സമരം നടത്തിയത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, വരും തലമുറകൾക്ക് കൂടി വേണ്ടിയായിരുന്നു. കാരണം പറയാനുള്ളത്, ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു, ആലപ്പുഴയിൽ പോസ്റ്റ് പോയ അധ്യാപകരെ പുറത്താക്കിയ നടപടി തെറ്റായിരുന്നു. ഇനി അങ്ങനെ നടപടി ഉണ്ടാവില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം ഞങ്ങളുടെ സമരം കൊണ്ട് തന്നെയാണ് നേടിയെടുത്തത്. ഒരു അധ്യാപക സംഘടനകൾക്കും നേടാൻ കഴിയാത്തത് ഞങ്ങൾ മന്ത്രിയെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞങ്ങളുടെ സമരത്തിൻ്റെ വിജയമാണ്. അതുപോലെ തന്നെ ഈ സർക്കാരിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് ഞങ്ങൾ ഇന്ന് ഈ മൗനമായി ഇവിടെ ഇരുന്നു കൊണ്ട് ഇന്നും സമരത്തിലാണെങ്കിൽ പോലും പരസ്യമായി മുദ്രാവാക്യങ്ങളോ മറ്റോ ഒന്നുമില്ലാതെ സമാധാനപരമായി ഇരിക്കുന്നത്. ഇവിടെ 38 ദിവസം പിന്നിടുകയാണ്. പല ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ എത്ര ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ് ഇപ്പോഴത്തെ തീരുമാനം? 45 ദിവസം തന്നെ. ഇന്ന് തുടങ്ങി 45 ദിവസം, സെപ്റ്റംബർ 24 വരെ ഇവിടെ ഉണ്ടായിരിക്കും. പ്രതിഷേധങ്ങളോ പ്രകടനമോ നേടിയെടുത്തോണ്ടേ പോവുള്ളൂ. നേടിയെടുത്തിട്ട് ഇവിടുന്ന് പോവും. എന്തെങ്കിലും ഉറപ്പ് ഇനിയിപ്പോൾ 45 ദിവസം കഴിഞ്ഞ് അവർ എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ട് അത് കഴിഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോൾ ഇതൊരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാകാനും സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് പ്രതികരണങ്ങൾ. പല ജില്ലകളിൽ നിന്ന്, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും, വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുഭാവപൂർണ്ണമായൊരു തീരുമാനം 45 ദിവസത്തിന് ഇടയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ ഇരിക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. എത്രയും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ ഇടയുള്ള തീരുമാനങ്ങൾ? നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടേക്കുന്ന 3-4 കാര്യങ്ങൾ പിന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അംഗീകരിച്ച രീതിയാണ്. അപ്പോൾ ഇനി നമുക്ക് റേഷ്യോയുടെ കാര്യം ഒരു 45 ദിവസം കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ റേഷ്യോയും കൂടി അതുകൂടി കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടും. അപ്പോൾ അത് ലഭിക്കുക തന്നെയാണ് പ്രതീക്ഷ. അത്തരത്തിലുള്ള പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ടാണ് തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ മറ്റ് പ്രതിഷേധക്കാർക്ക് കൂടി മാതൃകയാക്കാവുന്ന തരത്തിൽ LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം, പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരവേദിയിൽ തുടരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.